Hi all, welcome to iPlus. ഞാൻ അക്ഷര. ഇന്ന് നമ്മൾക്ക് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ ഫിലിം സ്റ്റഡീസ്. നമ്മുടെ ഒരു സിലബസിനെ സംബന്ധിച്ചിടത്തോളം കേട്ടിട്ട് ഫിലിം മീഡിയ ട്രാൻസ്ലേഷൻ സാധാരണഗതിയിൽ ലിറ്ററേച്ചറിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള 3 ടോപ്പിക്സ് ആണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഈ ഒരു ഏരിയയിൽ നിന്ന് വരത്തുള്ളൂ. വളരെ ബേസിക്സ് മാത്രം സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കുറേ കൺസെപ്റ്റ്സ് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫിലിം സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അറിയേണ്ടത് എന്താണ് ഫിലിം സ്റ്റഡീസ്. ഫിലിം സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ അതൊരു അക്കാദമിക് ഡിസിപ്ലിൻ ആണ്. അപ്പോൾ അക്കാദമിക്കലി പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്, അക്കാദമിക് ഡിസിപ്ലിൻ ആണ്. അപ്പോൾ ഇവിടെ എന്തിനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്? അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അപ്രിസിയേഷൻ ഓഫ് ഫിലിംസ്. അപ്പോൾ സിനിമകളെ, ഫിലിംസിനെ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, അപ്രിഷ്യേറ്റ് ചെയ്യുക. അതൊക്കെയാണ്. എങ്ങനെയൊക്കെയാണ്? ആർട്ടിസ്റ്റിക് ഫോമായിട്ടും കൾച്ചറൽ ആർട്ടിഫാക്റ്റായിട്ട്. അപ്പോൾ അതിനെ ഒരു ആർട്ട് എന്ന രൂപേണയും പിന്നെ എന്താണ് കൾച്ചറൽ ആയിട്ടുള്ള ഒരു ആർട്ടിഫാക്റ്റ് എന്നുള്ള രൂപേണയും നോക്കിക്കാണുക. അതാണ് നമുക്ക് ഫിലിം സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു അക്കാദമിക് ഡിസിപ്ലിനെ കുറിച്ച് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു വസ്തുത. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് ദ എക്സാമിനേഷൻ ഓഫ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഫിലിം മേക്കിംഗ്. ഫിലിം മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ആസ്പെക്റ്റുകളായിരിക്കും, ഇൻക്ലൂഡിങ് ദ ടെക്നിക്കൽ, ഈസ്തറ്റിക്, ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ ഡയമെൻഷൻ. അപ്പം പല ഡയമെൻഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ടെക്നിക്കലാകട്ടെ, ഈസ്തറ്റിക് ആവട്ടെ, ഹിസ്റ്റോറിക്കൽ ആവട്ടെ, സോഷ്യൽ ആവട്ടെ, പല ഡയമെൻഷൻസിനെ കുറിച്ച് ഫിലിം സ്റ്റഡീസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫിലിം സ്റ്റഡീസ് എക്സ്പ്ലോർ ഹൗ ഫിലിംസ് ആർ ക്രിയേറ്റഡ്. എങ്ങനെയാണ് ഫിലിംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഹൗ ദേ കമ്മ്യൂണിക്കേറ്റ് മീനിങ്. എങ്ങനെയാണ് ഫിലിമിലൂടെ മീനിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്? ആൻഡ് ഹൗ ദേ ഇമ്പാക്ട് സൊസൈറ്റി. അതെങ്ങനെയാണ് സമൂഹത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ 3 കാര്യമാണ് മെയിനായിട്ട് ഫിലിം സ്റ്റഡീസ് എക്സ്പ്ലോർ ചെയ്യുന്ന മേഖലകൾ. എങ്ങനെയാണ് ഫിലിം ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണത് സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും കാര്യമാണ് ബേസിക്കായിട്ട് നമ്മൾ ഫിലിം സ്റ്റഡീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും. അപ്പം നമുക്ക് ഈ ഒരു ഏരിയയിൽ ബേസിക്കായിട്ടുള്ള ടേംസ് മാത്രം പഠിച്ചു പോയാൽ മതി. അപ്പോൾ നമുക്ക് ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ സിനിമാറ്റോഗ്രഫി. നമ്മൾ ഈ ഒരു ടേം പലപ്പോഴും സിനിമ തുടങ്ങുമ്പോഴൊക്കെ പേരെഴുതി കാണും ഒരു കാര്യമാണ് അല്ലേ, സിനിമാറ്റോഗ്രാഫറിൻ്റെ ഒക്കെ പേരെഴുതി കാണിക്കാറുണ്ട്. അപ്പോൾ സിനിമാറ്റോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും പാർട്ട് ഓഫ് ക്യാപ്ചറിങ് മൂവിങ് ഇമേജസ് ഓൺ ഫിലിം ഓർ ഡിജിറ്റലി. മൂവിങ് ആയിട്ടുള്ള ഇമേജസിനെ ഫിലിമിൽ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് എന്ത് ചെയ്യുന്നു? ക്യാപ്ചർ ചെയ്തെടുക്കുന്നു. ഇറ്റ് ഇൻവോൾവ്സ് ചോയ്സസ് ഇൻ ഫ്രെയിമിങ്. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഫ്രെയിം എങ്ങനെയാകണം, ക്യാമറ എങ്ങനെ മൂവ് ചെയ്യണം, ഷോട്ട് എങ്ങനെ കമ്പോസ് ചെയ്യണം, ലൈറ്റിംഗ് എങ്ങനെ കൊടുക്കണം, വിഷ്വൽ ഈസ്തറ്റിക്സ് എങ്ങനെയാകണം. അപ്പം അതെല്ലാം വരുന്ന ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു ടേമിൽ വരുന്നത്. അപ്പോൾ ഛായാഗ്രഹണമാണ് നമ്മളിവിടെ നോക്കുന്നത്. അടുത്തത് എഡിറ്റിംഗ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇതൊരു ഫിലിമുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് വരുന്നതെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കാണാപ്പാടം ഒന്നും പഠിക്കേണ്ട. ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പം തന്നെ പോയിൻറ്റ്സ് മാത്രം നോട്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവാം. ഇനി എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സിലക്ടിങ്, അറേഞ്ചിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഷോട്ടുകളെ സെലക്ട് ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു ടു ക്രിയേറ്റ് എ കൊഹറൻറ്റ് സീക്വൻസ്. അപ്പം നിങ്ങൾക്കിപ്പം ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓർഡറിൽ തന്നെ ആയിരിക്കത്തില്ല, പല പല സീനുകൾ പലപ്പോഴായിട്ട് എടുക്കും. അപ്പോൾ അവയെല്ലാം എന്താണ് കറക്റ്റായിട്ട് കൊണ്ടുവന്നുകൊണ്ട് ഒരു കണക്ഷനുള്ള രീതിയിൽ എന്ത് ചെയ്യണം? സീക്വൻസിലോട്ട് എത്തിക്കുക. അതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇമ്പാക്ട്സ് ദ പേസിങ്, റിതം ആൻഡ് ഓവറോൾ ഫ്ലോ ഓഫ് ദ ഫിലിം. അപ്പോൾ ഈ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്താൽ മാത്രമേ പേസിങ് ആണെങ്കിലും റിതം ആണെങ്കിലും ഒരു ഓവറോൾ ഫ്ലോ ആണെങ്കിലും അത് കറക്റ്റായിട്ട് വരികയുള്ളൂ. ആ ഒരു കാര്യം ഇവിടെ ഓർത്ത് വെക്കുക. ദെൻ ഷോർട്ട് ടൈപ്പ്. ഷോട്ടുകളുടെ ടൈപ്പിനെ കുറിച്ചൊക്കെ ചോദിക്കും. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട, ബേസിക് കാര്യങ്ങൾ മാത്രം നമുക്കറിഞ്ഞാൽ മതി. വൈറ്റ് ഷോട്ട് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഷോസ് ദ എൻറ്റയർ സീൻ ടു പ്രൊവൈഡ് കോണ്ടെക്സ്റ്റ്. അതായത് ആ ഒരു കോണ്ടെക്സ്റ്റിനെ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എൻറ്റയർ സീൻ മൊത്തത്തിൽ വൈഡായിട്ട് നമുക്കത് കാണിച്ചു തരുന്നു. അതിനെ നമ്മൾ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്ന് പറയും. ഇതൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ കാണാപാഠം പഠിക്കാതെ കണ്ട ഏതെങ്കിലുമൊക്കെ ഒരു സിനിമയൊന്ന് ഓർത്താൽ മതി. ചതിക്കാത്ത ചിന്ത സിനിമയ്ക്കകത്ത്
അത് ആ ഒരു കഥ പറയുമ്പോൾ തോട്ടക്കാട്ടുകര എന്ന അതിമനോഹരമായ ഗ്രാമം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വിഷ്വൽ കാണിക്കുക. അതെന്താണൊരു എസ്റ്റാബ്ലിഷിങ് ഷോട്ടാണെന്ന് പറയും. അങ്ങനെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. അടുത്ത മീഡിയം ഷോട്ട് ആകുമ്പോഴത്തേക്ക് ക്യാപ്ചർ ക്യാരക്ടേഴ്സ് ഫ്രം ദ വേസ്റ്റ് അപ്പ് എംഫസൈസിങ് ഇൻറ്ററാക്ഷൻ. അപ്പോൾ വേസ്റ്റിന് മുകളിലോട്ട് ആണ് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? മീഡിയം ഷോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് മീഡിയം ഷോട്ട്. ഇനി ക്ലോസ് അപ്പ് ഷോട്ട് ആണെങ്കിൽ എന്താണ്? സ്പെസിഫിക് ഡീറ്റെയിൽ ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ ഫേസിലോട്ടായിരിക്കും. അപ്പോൾ കറക്റ്റ് എന്താണ്? മുഖം മാത്രം. അപ്പം ആ കുറച്ചും കൂടെ ഒരു ഫോക്കസ് കിട്ടിയല്ലേ എവിടെയാണ്? ഈ പറഞ്ഞ ക്ലോസ് അപ്പിൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഫേസ് എങ്ങനെയാണ് ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് പിടികിട്ടണമെങ്കിൽ അതിതീവ്രമായ ദുഃഖമാണ്. അപ്പോൾ നമ്മൾ എസ്റ്റാബ്ലിഷിങ് ഷോട്ട് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കാണികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? അവിടെ ക്ലോസ് അപ്പ് ഷോട്ട് എടുക്കണം. അടുത്തത് എക്സ്ട്രീം ക്ലോസ് അപ്പ് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ സ്മാൾ പോർഷൻ, മുഖം മൊത്തത്തിൽ കാണിക്കണമെന്നില്ല. ലൈക്ക് ആൻ ഐ ഓർ ഡീറ്റെയിൽ. ഇപ്പം കണ്ണ് മാത്രം കാണിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ്? അത്രയും അധികം ഇൻറ്റൻസ് ആയിട്ടുള്ള എംഫസിസ്, എന്തെങ്കിലും അത്ര ഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ളൊരു സംഗതി കാണിക്കാൻ ആ കണ്ണിൽ വരുന്ന മാറ്റമാണ് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ എന്തായിരിക്കും കാണിക്കുക? അവിടെ എക്സ്ട്രീം ക്ലോസ് അപ്പ് ആയിരിക്കും കാണിക്കുക. ഇപ്പോൾ ഷോർട്ട് ടൈപ്പുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്യാമറ ആംഗിൾസ് ആണ്. ക്യാമറ ആംഗിൾസ് നമുക്ക് പ്രധാനമായിട്ടുള്ള ഹൈ ആംഗിൾ ആകുമ്പോഴത്തേക്ക് ക്യാമറ ലുക്സ് ഡൗൺ ഓൺ സബ്ജക്ട്സ് ഓഫൺ മേക്കിംഗ് ദ അപ്പിയർ സ്മാളർ ഓർ വൾണറബിൾ. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ ഹൈ ആംഗിൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ക്യാമറ താഴോട്ട് നോക്കുന്നത്, നമ്മുടെ കഥാപാത്രം സബ്ജക്റ്റ് ഇവിടെ നിൽക്കുകയാണ്, അപ്പം താഴോട്ട് വരുന്ന രീതിയിലായിരിക്കും. അപ്പം നേർക്കല്ല, താഴോട്ടായിരിക്കും. അങ്ങനെ താഴോട്ട് കാണിക്കുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്താണ്? അപ്പോൾ നമ്മുടെ ക്യാരക്ടർ കുറച്ച് സ്മോളറായിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ വൾണറബിൾ. അവരുടെ ഒരവസ്ഥ കുറച്ചും കൂടെ എന്താണ്, ഒരിക്കലും അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയല്ല. അവരുടെ ഒരു വൾണറബിലിറ്റി ഒക്കെ കാണിക്കാനായിട്ടായിരിക്കും എന്താങ്കിൾ ഹൈ ആംഗിൾ വെക്കുന്നത്. ഇനി ലോ ആംഗിൾ ആകുമ്പോഴത്തേക്ക് ക്യാമറ ലുക്സ് അപ്പ് അറ്റ് ദ സബ്ജക്ട്സ്. ക്യാമറ എങ്ങോട്ടായിരിക്കും? മുകളിലോട്ട്. നേരത്തെ നമ്മൾ എങ്ങനെയാണ്? ക്യാമറ താഴോട്ടാണ് നോക്കിയെങ്കിൽ ക്യാമറ ഇനി മുകളിലോട്ട് നോക്കുവാണെങ്കിൽ എന്താ? ലോ ആംഗിൾ ആണ്. അപ്പോൾ ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് പവർ ഓർ ഡോമിനൻസ്. അപ്പോൾ ക്യാരക്ടറിന് കുറച്ചും കൂടെ പവർ ഉണ്ട്, ഡോമിനൻസ് ഉണ്ട്, ആ രീതിയിൽ നമുക്ക് തോന്നും. ഇതൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്നതാണ്, നമ്മളൊന്നും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിലൊക്കെ ഇത്രയും എലമെൻറ്റ്സ് ഉണ്ടെന്ന് ഇപ്പം മനസ്സിലാക്കി വെക്കാം. അടുത്ത ഐ ലെവൽ ആണെങ്കിൽ സെയിം ഹൈറ്റ് ആസ് ദ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ന്യൂട്രൽ പെർസ്പെക്റ്റീവാണ്. പ്രത്യേകിച്ച് അവിടെ ഡോമിനൻസോ വൾണറബിലിറ്റിയോ ഒന്നും തന്നെ ഇല്ല, ആ ഒരു ഐ ലെവലിൽ നിൽക്കും. അപ്പോൾ അതാണ് നമുക്ക് ഐ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ആംഗിൾ മനസ്സിലായി, ലോ ആംഗിൾ മനസ്സിലായി, ഐ ലെവൽ മനസ്സിലായി. അടുത്ത മിസൻ സീൻ. ഇത് പരീക്ഷകൾക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ടേമാണ്. ഈ ടേം അതുപോലെ തന്നെ തന്നിട്ട് ഇതിൻ്റെ അർത്ഥം ചോദിക്കാറുണ്ട്. അപ്പം മിസൻ സീൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to everything in the frame of a shot. ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ഫ്രെയിമിനകത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് എന്തൊക്കെ ആ ഷോട്ടിൽ വേണം, ആ എല്ലാ കാര്യങ്ങളെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മിസൻ സീൻ എന്ന് പറയുന്നതും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്, മറക്കരുതും. അപ്പോൾ അവിടെ വരുന്ന സെറ്റ് ആവട്ടെ, അവിടെ ഇരിക്കുന്ന പ്രോപ്സ് വസ്തുക്കളാവട്ടെ, ആളുകളുടെ കോസ്റ്റ്യൂമുകളാവട്ടെ, ലൈറ്റിംഗ് ആവട്ടെ, ആക്ടർ എവിടെ നിൽക്കുന്നു, എല്ലാം എവിടെ വരുന്നുണ്ട്? ആ ഒരു മിസൻ സീൻ എന്ന് പറയുന്ന ആ ഒരു സംഗതിയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നു. ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഫിലിംസ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടാൽ മതി, ഡയലോഗ് പോലും ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലേ. അപ്പം അങ്ങനെ ആ ഒരു കാണികൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടായിരിക്കണം ഈ പ്ലേസ്മെൻറ്റുകളൊക്കെ. അതാണ് മിസൻ സീനിൽ പറയുന്നത്. അടുത്ത നരേറ്റീവ് സ്ട്രക്ചറാണ്. നരേറ്റീവ് സ്ട്രക്ചർ നമ്മൾ സാധാരണ ട്രഡീഷണൽ സെറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും, ട്രഡീഷണൽ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് 3 സ്റ്റേജായിട്ടാണ് വരുന്നത്. 3 കാര്യങ്ങളാണ്. ആദ്യം ഒരു സെറ്റപ്പ്, എങ്ങനെയാണ് കാര്യങ്ങളതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, പിന്നെ എന്തെങ്കിലും പ്രോബ്ലം നടക്കുന്നു, കൺഫ്രണ്ടേഷൻ നടക്കുന്നു, ആൻഡ് ഫൈനലി റെസൊല്യൂഷൻ. ഇത് ട്രഡീഷണൽ സ്റ്റൈലാണ്. ചില സമയത്ത് നമുക്ക് പുതിയ സിനിമകളിലൊക്കെ കാണാൻ കഴിയും ക്ലൈമാക്സിൽ നിന്ന് പുറകോട്ട് കഥ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇതല്ല, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ആദ്യം ഒരു സെറ്റിംഗ് വരുന്നുണ്ട്, പഴയ സിനിമകളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അപ്പോൾ ഒരു എങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ സ്ട്രക്ചറിൽ സെറ്റിങ്, പിന്നെ എന്താണ് കൺഫ്രണ്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. ആ രീതിയിലാണ് ആ ഒരു നരേറ്റീവ് സ്ട്രക്ചറിൽ നമുക്ക് 3 ആക്ട് സ്ട്രക്ചർ കാണാൻ സാധിക്കുന്നത്. അടുത്ത നോൺ ലീനിയർ സ്ട്രക്ചർ. നോൺ ലീനിയർ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പ്രസൻസ് ഈവൻ ഔട്ട് ഓഫ് ദ ക്രൊണോളജിക്കൽ ഓർഡർ. ക്രൊണോളജിക്കൽ ഓർഡറിലെല്ലാം
പുറകോട്ട് കഥകൾ പറഞ്ഞു വരാം, അതിൻ്റെ ഇടയ്ക്ക് മൾട്ടിപ്പിൾ പ്ലോട്ട്സ് വരാം. അതാണ് നോൺ ലീനിയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കോംപ്ലക്സിറ്റി ആവും അല്ലേ. നമ്മളിപ്പോൾ ദൃശ്യം എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടു. അപ്പോൾ അത് കണ്ട സമയത്ത് അത് ഒരിക്കലും ലീനിയർ ആയിട്ടുള്ള കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പുറകോട്ട് പിന്നെ വന്ന് നോക്കുന്നു. അപ്പോൾ ഏറ്റവും അവസാനത്തെ സീനിൽ ആ ഒരു വരുണിൻ്റെ ഡെഡ് ബോഡി എടുക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് പശുവിനെ എടുക്കുന്ന ഒരു സീനില്ലേ, അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് ഓൾറെഡി സംഭവിച്ചത്, നോൺ ലീനിയർ ആയിട്ടാണ് കഥ പോകുന്നത്. ഇതിന് മുമ്പാണ് എന്ത് ചെയ്തത്, ബോഡി അവിടെ നിന്ന് മാറ്റിയത്. അടുത്ത പാർട്ട് 2 വന്നപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാൻ കിട്ടി. അപ്പോൾ അവിടെ എന്താണ് നോൺ ലീനിയർ ആയിട്ടാണ് പ്ലോട്ട് പോയത്. ഇനി മൊണ്ടാഷാണ്. മൊണ്ടാഷ് എന്ന് പറയുമ്പോഴത്തേക്കും റാപ്പിഡ് സീക്വൻസ് ഓഫ് ഷോർട്ട് യൂസ് ടു കംപ്രസ് ടൈം ഓർ കൺവേ ഇൻഫർമേഷൻ. അപ്പോൾ ഇത് ഡയറക്റ്റഡ് എല്ലാ കാര്യവും അങ്ങനെ പറഞ്ഞു തരുന്നില്ല. പകരം എന്താണ് സീക്വൻസ് ഓഫ് ഷോർട്ട്, ചില ഷോട്ടുകൾ അത് മാത്രം കാണിക്കും. അപ്പോൾ എന്താണ് അത് മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഐഡിയ മനസ്സിലാക്കി എടുക്കണം. ആ ഒരു സംഗതിയാണ് മൊണ്ടാഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ലീനിയർ പ്ലോട്ട് എന്താണെന്നറിയാം, നോൺ ലീനിയർ എന്താണെന്നറിയാം, മൊണ്ടാഷും അറിയാം. അടുത്ത സൗണ്ട് ഡിസൈൻ. സൗണ്ട് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് പേരുകൾ, കുറച്ച് ടേംസ് നോക്കാം. ഡയജറ്റിക് സൗണ്ട് എന്ന് വെച്ചാൽ സൗണ്ട് ഒറിജിനേറ്റിംഗ് ഫ്രം വിത്തിൻ ദ സ്റ്റോറി വേൾഡ്. അപ്പോൾ സ്റ്റോറി വേൾഡിൻ്റെ അകത്ത് നിന്ന് ഉള്ള സൗണ്ടുകൾ, ഉദാഹരണം പറയുവാണെങ്കിൽ ഡയലോഗുകൾ, ഫുഡ് സ്റ്റെപ്പുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യം, എന്താണ് കാൽപ്പെരുമാറ്റം, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡയലോഗുകൾ, ഇതൊക്കെയാണ് എന്താണ് നമുക്കറിയാവുന്ന കാര്യം തന്നെ. പക്ഷേ ഈ ടേം മറക്കരുത്, ഡയജറ്റിക് സൗണ്ടാണ്. ഇനി നോൺ ഡയജറ്റിക് സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഓഡിയൻസ് ബെനിഫിറ്റിന് വേണ്ടി എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സൗണ്ടുകൾ. നായിക ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ വയലിൻ്റെ സൗണ്ട് കേൾക്കുന്നു. റിയൽ ലൈഫിൽ നമ്മൾ കേൾക്കത്തില്ല. അപ്പോൾ നല്ല വയലിൻ സൗണ്ടൊക്കെ കേൾക്കുന്നു. അങ്ങനെ വരുമ്പോൾ BGM കേൾക്കുന്നു, സൗണ്ട് ട്രാക്ക് കേൾക്കുന്നു, വോയിസ് ഓവർ കേൾക്കുന്നു. അതൊക്കെ എന്താണ്, അത് നോൺ ഡയജറ്റിക് സൗണ്ടാണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ ആ ടെക്നിക്കൽ ടേംസ് മാത്രം ഇവിടെ നിന്ന് പഠിച്ചു പോയാൽ മതി. സൗണ്ട് ഇഫക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, റിയലിസം മൂഡും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ രണ്ടുപേരും അടി ഉണ്ടാക്കുന്ന സൗണ്ട് ആയിരിക്കത്തില്ല സിനിമയിൽ വരുമ്പോൾ കേൾക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് കുറച്ചും കൂടെ ഒരു മൂഡ് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, സൗണ്ട് ഇഫക്ട്സ് ആഡ് ചെയ്യാറുണ്ട്. ഇനി സ്കോർ എന്താണെന്ന് വെച്ചാൽ, സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കൽ സൗണ്ട് ട്രാക്കാണ് അല്ലേ, ഗാനങ്ങളാണ്, പാട്ടുകളാണ്. എന്തിനാണ്, ഹൈറ്റൺ ഇമോഷൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്നില്ല, പക്ഷേ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മ്യൂസിക് ട്രാക്ക്, ആ ഒരു ട്രാക്കുകളുടെ പ്രത്യേകത എന്താണ്, ആ പറഞ്ഞ ഇമോഷൻ അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയറിനെ കുറച്ചും കൂടെ ഒന്ന് ഹൈറ്റൺ ചെയ്യാൻ, അത് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും, മ്യൂസിക്കിന് സാധിക്കും. അപ്പം ട്രാക്ക് സ്കോർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക എന്താണ്, മ്യൂസിക്കൽ സൗണ്ട് ട്രാക്കാണ്. അപ്പോൾ സ്കോർ എന്താണെന്ന് ഈ ഒരു ഫിലിം മീഡിയയുടെ ഡിസ്കോഴ്സ് വരുമ്പോഴത്തേക്ക് സ്കോർ എന്താണെന്ന് നിങ്ങൾ പഠിച്ച് വെക്കാം. ഇനി എഡിറ്റിംഗ് ടെക്നിക്കുകളാണ്, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു ഫോണിൽ ജസ്റ്റ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ടേമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. കട്ട് എന്താണ്, ട്രാൻസിഷൻ ബിറ്റ്വീൻ ഷോട്ട്സ് ക്രിയേറ്റിംഗ് സീംലെസ് ഫ്ലോ. അപ്പോൾ കട്ട് ചെയ്ത് അടുത്ത ഒരു സീൻ വരുന്നു. അപ്പോൾ എന്താണ് അവിടെ നമുക്കൊരു മിസ്സിങ് തോന്നാതെ തന്നെ എന്ത് ചെയ്യുന്നു, അടുത്തതിലോട്ട് പോകുന്നു. അതാണ് കട്ട് എന്ന് പറയുന്നൊരു ട്രാൻസിഷനാണ്. ഇനി ഫെയ്ഡ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ട്രാൻസിഷൻ ഫ്രം എ ഷോട്ട് ടു ബ്ലാക്ക് ഓർ വൈറ്റ്. പതുക്കെ ഒരു ഷോട്ട് എന്താണ് ബ്ലാക്കിലോട്ടോ വൈറ്റിലോട്ടോ പോയി ട്രാൻസ്ഫോം ചെയ്ത് ട്രാൻസിഷൻ കാണുവാണെങ്കിൽ അതിനെ ഫെയ്ഡ് എന്ന് പറയും. ഇനി ഡിസോൾവ് ആകുമ്പോൾ വൺ ഷോട്ട് ഫെയ്ഡ്സ് ഇൻ ആസ് അനദർ ഫെയ്ഡ്സ് ഔട്ട്. ഒരു പർട്ടിക്കുലർ ഷോട്ട് ഫെയ്ഡ് ഇൻ ചെയ്യുന്നു, ഒന്ന് ഫെയ്ഡ് ഔട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഫോണിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന അതേ ഫീച്ചേഴ്സ് തന്നെയാണ്. ഇനി ജമ്പ് കട്ടുണ്ട്. ജമ്പ് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്രപ്റ്റ് ട്രാൻസിഷൻ ബിറ്റ്വീൻ ഷോട്ട് ഓഫ് ദ സെയിം സബ്ജക്റ്റ് ഓഫൺ യൂസ് ഫോർ സ്റ്റൈലിസ്റ്റിക് ഇഫക്റ്റ്. കുറച്ച് സ്റ്റൈലിന് വേണ്ടിയിട്ട് എന്താണ് സെയിം സബ്ജക്റ്റിൽ തന്നെ ഈ മാറിയും തിരിഞ്ഞു ഇപ്പോൾ പർട്ടിക്കുലർ സബ്ജക്റ്റ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിം സബ്ജക്റ്റ് നിന്നുകൊണ്ട് തന്നെ എന്താണ് ഷോട്ടുകൾ മാറിയും തിരിഞ്ഞും വരുന്നു. അപ്പം നമ്മൾ അതിനെയാണ് ജമ്പ് കട്ടെന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. അടുത്ത കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ techniques that maintain a smooth and logical flow of action, ensuring that shot connect seamlessly. അപ്പോൾ ഈ കണ്ടിന്യൂ എഡിറ്റിങ്ങിൽ നമുക്കിപ്പോൾ സിനിമ കാണുന്ന സമയത്ത് നമുക്കൊരു മിസ്സിങ് തോന്നാറില്ല. അപ്പോൾ അങ്ങനെ മിസ്സിങ് തോന്നാതെ മുന്നോട്ട് പോകണമെങ്കിൽ അത് ഒരു എഡിറ്ററിൻ്റെ കഴിവ് തന്നെയാണ്. അപ്പോൾ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മിസ്സിങ്ങും തോന്നാതെ കണക്ട് ചെയ്യണം. ആ ഒരു പോകുന്ന ആ ഒരു കഥ മുന്നോട്ട് പോകുന്ന വളരെ സ്മൂത്ത് ആയിരിക്കണം, ലോജിക്കലായിരിക്കണം. അതിനെയാണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ആച്ചോ തിയറിയാണ്. ഫിലിം സ്റ്റഡീസിൽ നിന്നും ഇതുപോലെ നമുക്ക് പെട്ടെന്ന്
ഗസ് ചെയ്തെടുക്കാൻ പറ്റാത്ത കുറച്ച് ടേമുകൾ, അത് സ്ഥിരമായിട്ട് ഇപ്പോൾ മിസൻ സീൻ ആണെങ്കിൽ ഫിലിം നോയിർ അങ്ങനെയൊക്കെയുള്ള ടേമുകളാണ് ഇക്കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ നമ്മൾ ചോദിച്ചു കണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ പെട്ടെന്ന് കേട്ടാലും മനസ്സിലാകാത്ത ടേംസ് വളരെ കുറച്ചേ ഉള്ളൂ, അത് നമ്മൾ പഠിച്ചു വെക്കും. അപ്പോൾ ഔച്ചു തിയറി എന്താണെന്ന് വെച്ചാൽ ദ ഐഡിയ ദാറ്റ് ദ ഡയറക്ടർ ഈസ് ദ പ്രൈമറി ക്രിയേറ്റീവ് ഫോഴ്സ് ബിഹൈൻഡ് എ ഫിലിം. ഒരു ഫിലിമിൻ്റെ പിന്നിലെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ക്രിയേറ്റീവ് ഫോഴ്സ് ഡയറക്ടറാണ് എന്ന് പറയുന്ന തിയറിയാണ് ഔച്ചു തിയറി. എന്തിനാണ് ഈ ഒരു പർട്ടിക്കുലർ ഫിലിമിനെ യുണീക്ക് സ്റ്റൈലും തീമും കൊടുക്കുന്നത്, അത് ഷേപ്പ് ചെയ്തെടുക്കുന്ന വ്യക്തി ഡയറക്ടറാണ് എന്ന് പറയുന്ന തിയറിയാണ് ഔച്ചു തിയറി. അടുത്തത് സിനിമാറ്റിക് ലാംഗ്വേജ്. സിനിമാറ്റിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ടെക്നിക്സ്. ഫിലിം മേക്കേഴ്സ് ഉപയോഗിക്കാറുള്ള റിയൽ ലൈഫിൽ നിന്ന് വ്യത്യാസമായിട്ട് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ടെക്നിക്കുകൾ ഉപയോഗിക്കാറില്ലേ? അപ്പം മീനിങ്ങും ഇമോഷൻസും ഒക്കെ കൺവേ ചെയ്യാനായിട്ടും പല വിധത്തിലുള്ള വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ടെക്നിക്സ് ഫിലിം മേക്കേഴ്സ് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനിമാറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദെൻ സബ്ടെക്സ്റ്റ്. സബ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലൈഡ് മീനിങ്സ് ബിനീത്ത് ദ സർഫസ് ഓഫ് ദ നരേറ്റീവ് കൺവേഡ് ത്രൂ വിഷ്വൽ ക്യൂസ് ആൻഡ് ഡയലോഗ്. നമുക്ക് സബ് ടെക്സ്റ്റ് എന്താണെന്ന് പല മേഖലകളിലും നമ്മൾ ഈ സബ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ടേം കാണും. ഫിലിം ഡിസ്കോഴ്സിൽ വരുമ്പോൾ സബ് ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു നരേറ്റീവ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് ബിനീത്തായിട്ട്, അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിലൊരു ഐഡിയ നമ്മുടെ ഡയറക്ടറിന് കൺവേ ചെയ്യാനുണ്ടാകും. ഒരു പക്ഷേ വിഷ്വൽ ക്യൂസിലൂടെ ഡയലോഗ് ചിലപ്പോൾ അത് പറയാറ് പോലുമില്ല, പറയാതെ തന്നെ ആ ഒരു ഐഡിയ നമ്മളുടെ മനസ്സിലോട്ട് എത്തും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി സിനിമാറ്റിക് തീംസ്. സിനിമാറ്റിക് തീംസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയാസ് ഓർ കൺസെപ്റ്റ് എക്സ്പ്ലോർഡ് ഇൻ ഫിലിംസ്. ഫിലിംസിൽ നമ്മൾ സ്ഥിരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഐഡിയാസിനെയും കൺസെപ്റ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനിമാറ്റിക് തീംസ് എന്ന് പറയുന്നത്. ലവ്, ഐഡൻറ്റിറ്റി, പവർ, ഇതൊക്കെ റിക്കർ ചെയ്യുന്ന തീമുകളാണ്. ഇനി സിംബോളിസം. സിംബോളിസം നമ്മൾ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. സിംബിൾസ് യൂസ് ചെയ്തുകൊണ്ട് ഐഡിയാസ് കൺവേ ചെയ്യുന്നു. ഇവിടെ അത് തന്നെ യൂസ് ഓഫ് വിഷ്വൽ എലമെൻറ്റ്സ് ടു റെപ്രസെൻറ്റ് ഡീപ്പർ മീനിങ്സ്. അപ്പോൾ തീമായിട്ടോ മോട്ടീഫായിട്ടോ കണക്ട് ചെയ്തിട്ടുള്ള വിഷ്വൽ എലമെൻറ്റ്സ് കാണിക്കുന്നു. ഒന്നും പറയുന്നില്ല, ചില എലമെൻറ്റ്സുകൾ ചില സിംബിൾസിലൂടെ ഡീപ്പറായിട്ടുള്ള മീനിങ്സ് കൺവേ ചെയ്യുന്നതാണ് സിംബോളിസം. ഫിലിം ഡിസ്കോഴ്സിൽ സിംബോളിസം എന്ന് പറയുന്നത്. അടുത്തത് ഈസ്തറ്റിക്സ് ആൻഡ് സ്റ്റൈൽ. ഈസ്തറ്റിക്സ് സ്റ്റൈലിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ വിഷ്വൽ സ്റ്റൈൽ. വിഷ്വൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? വിഷ്വലായിട്ടുള്ള നമുക്ക് കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷ്വൽ എലമെൻസും ടെക്നിക്സുമാണ്. ഡയറക്ടേഴ്സിൻ്റെ വർക്കിലെ വിഷ്വൽ എലമെൻസും ടെക്നിക്സുമാണ്. ദെൻ സിനിമാറ്റിക് ലാംഗ്വേജ്. സിനിമാറ്റിക് ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്? വിഷ്വൽ ആൻഡ് ഓഡിറ്ററി എലമെൻറ്റ്സ്, വിഷ്വൽ എലമെൻറ്റ്സും ഓഡിറ്ററി എലമെൻറ്റ്സും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നരേറ്റീവ് ആൻഡ് ഇമോഷൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അടുത്തത് കളർ പാലറ്റ് ആണ്. കളർ പാലറ്റ് എന്ന് വെച്ചാൽ യൂസ് ഓഫ് കളേഴ്സ് ടു ഇവോക്ക് മൂഡ്സ് ആൻഡ് സിംബോളിസം. പല കളറുകളുടെ ഉപയോഗം നമ്മൾ ചില സിനിമകളൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്കവിടെ ഡീപ്പായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് ബ്രോഡാഡി എന്ന് പറയുന്ന റീസെൻ്റ് ആയിട്ട് വന്നൊരു ഫിലിം നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് പേസ്റ്റൽ കളേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ടും അങ്ങനെയാണ് നമുക്ക് ഇപ്പം ആ ക്യാരക്ടേഴ്സൊക്കെ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡിൽ, ഒരുപാട് വലിയ കോൺഫ്ലിക്റ്റുകളൊന്നുമില്ല, റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡിൽ പോകുന്ന ഫിലിമാണ്. എന്നാൽ കളേഴ്സ് നമുക്ക് കൺവേ ചെയ്യും. അപ്പോൾ അതാണ് മൂഡ്സും ഒക്കെ മൂഡ് ഇവോക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സിംബോളിസം ഒക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ കളർ പാലറ്റ് വരുന്നത് കേട്ടോ. അടുത്ത സിനിമാറ്റിക് ടെക്നിക്ക്. സിനിമാറ്റിക് ടെക്നിക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേമുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒന്ന് പാൻ. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണൽ ക്യാമറ മൂവ്മെൻറ്റ് ടു സ്കാൻ എ സീൻ. അതായത് ക്യാമറ എങ്ങനെ മൂവ് ചെയ്യുന്നു? ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാൻ എന്ന് പറയുന്നത്. ഇനിയുള്ളത് ടിൽറ്റാണ്. ടിൽറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വെർട്ടിക്കൽ ക്യാമറ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു എംഫസിസ് കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം റിവീൽ ചെയ്യാനായിട്ട് പെട്ടെന്ന് ഷഡനായിട്ട് എന്ത് ചെയ്യുന്നു? ഇതാ ഇങ്ങനെ മൂവ് ചെയ്യുന്നു അല്ലേ? വെർട്ടിക്കലി മൂവ് ചെയ്യുവാണെങ്കിൽ അത് ടിൽറ്റും, ഹൊറിസോണ്ടലി മൂവ് ചെയ്യുവാണെങ്കിൽ അതെന്താണ്? പാനാണ്. ഇനി സൂം നമുക്കറിയാം എന്താണ്? ഫോക്കൽ ലെങ്ത്, ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്തുകൊണ്ട് സബ്ജക്റ്റിനെ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ക്ലോസറായിട്ട് കൊണ്ടുവരാം, അടുത്തോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഫാദറായിട്ട് ദൂരോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂം എന്ന് പറയുന്നത്. സൂം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് പാനും ടിൽറ്റുമാണ്. ഇപ്പോൾ തന്നെ പഠിച്ചു നോക്കുക. പാൻ ഹൊറിസോണ്ടലും ടിൽറ്റ് എന്താണ്? വേർട്ടിക്കലുമാണ്.
ഇനി മൊണ്ടാഷ് എന്താണ് നമ്മൾ പറഞ്ഞു. മൊണ്ടാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ഐഡിയാസും പറയാതെ ജസ്റ്റ് കുറച്ച് ഷോട്ടുകൾ മാത്രം കാണിച്ചുകൊണ്ട് ഐഡിയാസ് കൺവേ ചെയ്യാം. അപ്പോൾ അതിന് 2 ടൈപ്പുകൾ നമ്മൾ അറിയണം. ഒന്ന് സോവിയറ്റ് മൊണ്ടാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ റഷ്യൻ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടാണ്. റാപ്പിഡ് ജസ്റ്റാപോസിഷൻ ഷോട്ട് ക്രിയേറ്റ് ഇമോഷണൽ ഇമ്പാക്ട് ഓർ കൺവേ ഐഡിയാസ്. അപ്പോൾ എന്താണ് ഇവിടെ ഷോട്ടുകൾ റാപ്പിഡായിട്ട് ജസ്റ്റാപോസ് എന്ന് പറയുമ്പോൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊക്കെ ആയിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, അതിങ്ങനെ റാപ്പിഡായിട്ട് മാറി തിരിഞ്ഞും പെട്ടെന്ന് കാണിച്ചിട്ട് ഇമോഷണൽ ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ ഐഡിയാസ് കൺവേ ചെയ്യാനായിട്ടും പല ഷോട്ടുകളും മാറി പെട്ടെന്ന് കാണിച്ചും ഐഡിയ കൺവേ ചെയ്യുന്നതാണ് സോവിയറ്റ് മൊണ്ടാഷ് എന്ന് പറയുന്നത്. ഇനി ക്രോസ് കട്ടിങ് അല്ലെങ്കിൽ പാരലൽ എഡിറ്റിംഗ് വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ എന്താണ് ആൾട്ടർനേറ്റിംഗ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്റ്റോറി ലൈൻസ് ടു ക്രിയേറ്റ് സസ്പെൻസ് ഓർ കമ്പാരിസൺ. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻസ് നമുക്ക് കമ്പാരിസണ് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരും. ഇത് ഈ ഒരു സംഗതി പറഞ്ഞു തരാൻ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നതാണ്. അംബുജാക്ഷൻ്റെ ചിറകൊടിഞ്ഞ കിനാവുകൾ നമ്മളെല്ലാവരും കേട്ടുള്ളതാണല്ലേ. അപ്പോൾ അതിൽ പറഞ്ഞ ഡയലോഗുണ്ട്. അപ്പോൾ ഒരു സമയത്ത് എന്താണ് പാലുകാച്ചി കല്യാണം അത് മാറിയും തിരിഞ്ഞും കാണിക്കണം. അപ്പോൾ ആ ഒരു 2 സ്റ്റോറി ലൈനല്ലേ അവിടെ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ എന്താണ് പാലുകാച്ചി കാണിക്കുന്നു, കല്യാണം കാണിക്കുന്നു, ഓപ്പറേഷൻ ഡോക്ടർമാർ മാറി കാണിക്കണം എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാലുകാച്ചി കല്യാണം രണ്ടും മാറി കാണിക്കുന്നത് എന്ത് നമുക്ക് പറയാം, ക്രോസ് കട്ടിങ് ഓർ പാരലൽ എഡിറ്റിംഗ് പറയാം. ഓപ്പറേഷൻ ഡോക്ടർമാരെന്ന് കാണിക്കുന്ന നമുക്ക് എന്ത് പറയാം, ഈ പറയുന്ന സോവിയറ്റ് മൊണ്ടാഷ്. കറക്റ്റ് ഇതല്ലെങ്കിൽ നമുക്കൊന്ന് ഓർത്ത് വെക്കാനായിട്ടും. ഇപ്പോൾ ഈ സോവിയറ്റ് മൊണ്ടാഷൊക്കെ വളരെ വലിയ ഐഡിയാസാണ് കേട്ടോ. അപ്പോൾ ഈ റഷ്യൻ ഫിലിംസിലൊക്കെ വളരെ ലെജൻഡായിട്ടുള്ള ഡയറക്ടേഴ്സ് ഈ ഒരു മൊണ്ടാഷൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫിലിംസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫോർ ദ സേക്ക് ഇപ്പം നമുക്ക് പഠിക്കാനൊരു സൗകര്യത്തിനാണ് ഇങ്ങനൊന്ന് പറഞ്ഞു തരുന്നത്. അടുത്ത ഫിലിം തിയറീസാണ്. ഫിലിം തിയറീസുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഏറ്റവും ആദ്യത്തെ ടേം എന്താണ്, സെമിയോട്ടിക്സ്. നമ്മൾ സ്ട്രക്ചറലിസം ഒക്കെ പഠിച്ച സമയത്ത് പഠിക്കുന്ന ഒരു ടേമാണ് സെമിയോട്ടിക്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, സൈനുകൾ അല്ലെങ്കിൽ സിമ്പലുകൾ. അപ്പോൾ നമ്മൾ സിംബോളിസത്തിൽ പറഞ്ഞ സിമ്പൽ അല്ല, അല്ലെങ്കിൽ ഇവിടെ എന്താണ് സൈൻ അല്ലെങ്കിൽ സിമ്പൽ, ആ ഒരു അർത്ഥം കേട്ടോ, സൈനുകൾ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് മീനിങ്സ് കൺവേ ചെയ്യുന്നതിനെയാണ് സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഫെമിനിസ്റ്റ് ഫിലിം തിയറി എന്താണ്, അനലൈസ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ ആൻഡ് ജെൻഡർ ഇൻ ഫിലിമിലെ വിമൻ്റെ അതോടൊപ്പം തന്നെ എന്താണ് ജെൻഡർ, ആ ഒരു കൺസെപ്റ്റുകളെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫെമിനിസ്റ്റ് ഫിലിം തിയറി എന്ന് പറയുന്നത്. ഇനി കൾച്ചർ സ്റ്റഡീസ് ആകുമ്പോഴത്തേക്ക് എന്താണ്, കൾച്ചർ സ്റ്റഡീസ് പല മേഖലകളിലുണ്ട്. ഇതെല്ലാം പല മേഖലയിലുള്ള കാര്യമാണ്. ഫിലിം സ്റ്റഡീസിലോട്ട് വരുമ്പോഴത്തേക്കും ഹൗ the film reflect and shape cultural values and norms. കൾച്ചറൽ വാല്യൂസ്, സൊസൈറ്റൽ വാല്യൂസിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു സംഗതി. അതായത് ഫിലിമും കൾച്ചറും തമ്മിലുള്ള ഒരു ബന്ധം. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലും നമുക്ക് കാണാൻ കഴിയും. ഫിലിമിലൂടെ വന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ടും ഒക്കെ നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സംഗതിയാണ് ഫിലിമും കൾച്ചറും തമ്മിൽ ഉള്ള ഒരു കണക്ഷൻ. അതാണ് കൾച്ചർ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇനി ആർക്കിടൈപ്സ് ആൻഡ് സ്റ്റീരിയോടൈപ്സ്. ഈ ടേമുകളൊന്നും ഫിലിമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ലിറ്ററേച്ചറിൽ കണ്ട ടേംസ് കൂടെയാണ്. അപ്പോൾ ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിവേഴ്സലി റെക്കഗ്നൈസബിൾ ക്യാരക്ടേഴ്സ്, സിമ്പിൾസ് ഓഫ് തീം. യൂണിവേഴ്സലി നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. എപ്പോഴും എന്താണ് റിക്കർ ചെയ്യുന്ന ക്യാരക്ടറുകൾ, സിമ്പലുകൾ അല്ലെങ്കിൽ തീമുകൾ. ഉദാഹരണത്തിന് ഹീറോ വില്ലൻ, അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റുകൾ ലോകത്ത് എവിടെ പോയാലും നമുക്ക് കാണാൻ കഴിയും അല്ലേ. ലോകത്ത് ഏത് ലാംഗ്വേജിലുള്ള സിനിമ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് അങ്ങനെയുള്ള റിക്കറിങ് ആയിട്ടുള്ള വീണ്ടും എന്താണ് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള എവിടെ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്താണ് യൂണിവേഴ്സലി റെക്കഗ്നൈസബിൾ ക്യാരക്ടേഴ്സ്, സിമ്പിൾസ് ഓഫ് തീമാണ് നമുക്ക് എന്ത് പറഞ്ഞ ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പം ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങൾ നമുക്ക് പലപ്പോഴും മലയാള സിനിമ നോക്കിയാലും ഒക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്തായിട്ട് കാണാൻ കഴിയും. കാരണം എന്താണ്, അത് യൂണിവേഴ്സലി റെക്കഗ്നൈസബിൾ ആയതുകൊണ്ടാണ് അല്ലേ. ഇപ്പോൾ കളിയാട്ടം സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യം ഇവിടെ ഓർക്കും. ഇനി സ്റ്റീരിയോടൈപ്പ് പഠിക്കാൻ എളുപ്പമാണ്. സ്റ്റീരിയോടൈപ്പ് എന്താണ്, സിംപ്ലിഫൈഡ് ആൻഡ് ഓപ്പൺ ഇന്നാക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ. ചിലർ ഇങ്ങനെയാണ് എന്നുള്ള കുറച്ച് വസ്തുതകൾ. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സീരിയലൊക്കെ എടുക്കുമ്പോഴത്തേക്ക് സീരിയലിൽ കാണാം വില്ലത്തിയായ അമ്മായിയമ്മ, പാവം പിടിച്ച ഒരു മരുമകൾ. അതെന്താണ്, എല്ലായിടത്തും അങ്ങനെയൊന്നും ആവണമെന്നില്ല. അതൊക്കെ എന്താണ് സ്റ്റീരിയോ ടൈപ്പുകളാണ് അല്ലേ. പല വിധത്തിലുള്ള സ്റ്റീരിയോ ടൈപ്പുകൾ നമ്മുടെ സിനിമയിൽ
വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫിലിമിൻ്റെ ഒരു രാഷ്ട്രീയമൊക്കെ പറയാനാണെങ്കിൽ വളരെ എന്താ പറയുക, നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് ഇടങ്ങി ചെല്ലാൻ കഴിയുന്ന സബ്ജക്ട്സ് ആണ്. അത്രയും ഡീപ്പായിട്ടൊന്നും നമുക്ക് കേട്ടറ്റ് പരീക്ഷയ്ക്ക് അറിയണ്ട. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ബേസിക്സ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ എന്താണ് ആ ഒരു ബോഡി സൈസൊക്കെ വെച്ചുകൊണ്ട് ആളുകളെ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്ന സിനിമകൾ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. മലയാള സിനിമ നോക്കിയാൽ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിയും. അപ്പം അതാണ് സ്റ്റീരിയോടൈപ്പ് ആൻഡ് ആർക്കിടൈപ്സിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്. ഇത് നമുക്ക് ഫിലിം റാനേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഫിലിം റാനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കായിട്ട് ക്ലാസിഫിക്കേഷനാണ്. പല ടൈപ്പ് മൂവീസ്, അവരുടെ തീമാവട്ടെ, സ്റ്റൈലാവട്ടെ, കണ്ടൻ്റ് ആവട്ടെ, അതൊക്കെ വെച്ചുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ഫിലിം റാനേഴ്സിൽ പഠിക്കാനുള്ളത്. ഫിലിം റാനേഴ്സ് കൂടെ നമുക്ക് ഫിലിം മൂവ്മെൻറ്റ്സ് കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഏകദേശം അത്ര ഏരിയ കവർ ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് ഫിലിം സ്റ്റഡീസിൽ നമുക്കറിയേണ്ട ഒരു ടേംസ് എല്ലാം നമ്മൾ കവർ ചെയ്യും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. Thank you.